പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നു അങ്ങനെയാണ് അന്വേഷിക്കേണ്ടി വന്നത്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നിങ്ങൾ എസ്കെക്കാര് അദ്ദേഹത്തെ വലവീശി, അദ്ദേഹത്തെ വഞ്ചിച്ചു. അതിന്റെ തെളിവാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടോളൂ. ഇദ്ദേഹം ഒരിക്കൽ ഈ പൂനൂരിൽ നിന്നും പോയ ഒരാള് ഞാൻ പറയാൻ കാരണം അവയത്തെ തങ്ങൾ ഇവിടെ ഉണ്ട്, തങ്ങൾക്ക് എന്തോ കൊടുക്കാണ്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ പലർക്കും കൊടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോയ ഒരാള് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പൊളിച്ച തെറിയാൻ കിട്ടും. ആ തെറി പറഞ്ഞ ശേഷം പിന്നെയും വിളിച്ചപ്പോ ഇയാൾ ഇവനെ സോപ്പിട്ട് വലയിലാക്കി. അങ്ങനെ വലയിലാക്കിയിട്ട് അയാള് എന്ത് ചെയ്യുന്നറിയോ? എന്നെ തെറി വിളിച്ചൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, നിങ്ങളെ മനസ്സിലെന്നെ അത് വെക്കണ്ട, ഞാൻ ശരിക്കും നിങ്ങളോട് ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാചകമാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഇവക്ക് ഓപ്പറേഷൻ 13. അല്ല, നമ്മളിപ്പോ നിലവിൽ ഈ ഓപ്പറേഷൻ എത്ര ആള് അറിയും? 4 ആള്, 3-4 മൂന്നാളെന്നെ ഉണ്ടാവും. മൂന്നാളെന്ന് വെച്ചാൽ ഒന്ന് ഞാന്, ഒന്ന് ഹൈദരാബാദിലെ സുഹൃത്ത്, ഒന്ന് ബോംബെയിലെ സുഹൃത്ത്. ഇത്രയുള്ളൂ. അപ്പൊ കേരളത്തിൽ ഞാൻ മാത്രമാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിൽ ഈ കാര്യം ചർച്ച ചെയ്ത് നീ മാത്രമേ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനൊരു എന്റെ സാമാന്യ ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ പ്രതിപക്ഷത്താണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാനായിട്ട് നിങ്ങൾ പങ്കുവെക്കാൻ കാരണം എന്താ? ഞാനന്ന് സമനില തെറ്റി തെറി പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ചു. അതിന്റെ അന്വേഷണാത്മകമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വ്യക്തിബന്ധത്തിനേക്കാളും പിന്നെ വ്യക്തിപരമായ അടുപ്പത്തിനേക്കാളും അകലത്തിനേക്കാളും വരെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതെ അതെ, ഏതായാലും മാഷാ അല്ലാഹ് അവിടെ ഞാൻ മാർക്കിട്ടു. അതെ അതെ അതെ, വേറൊരാളാണെങ്കിൽ നിങ്ങളറിയോ നിങ്ങളാ തെറിക്ലിപ്പ് കിട്ടിയപ്പോ പല ആള് ഭയങ്കര സത്യം നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും എന്നോട് പല ആള് വിളിച്ചതൊക്കെ ഈ കുട്ടി നേതാക്കന്മാരാട്ടണം. എന്നോട് പറഞ്ഞു ഇനിയൊരു ഒപ്പ് മാത്രമേ കിട്ടാൻ മതി, ബാക്കി കളിഞ്ഞ ആള് കളിച്ചേരാ, ഇവനൊക്കെ പഠിപ്പിക്കണം, അങ്ങനാക്കണം ഇങ്ങനാക്കണം. ഞാൻ പറഞ്ഞു ഇത് ദീനി വിഷയമൊന്നല്ല, ഇത് വ്യക്തിപരമായിട്ടൊരു. പക്ഷെ അതാണ് ഞാൻ പിറ്റേ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിച്ചത്. കാരണം വെച്ചാൽ നിങ്ങൾ അറിയാണ്ട് വിളിച്ചു പോയതാണ്, മനുഷ്യന്മാരിലമ്മളല്ലോ. അതെ. അപ്പോ അതിന്റെ ശേഷം പല ആളുകൾക്കും ഇപ്പം പിന്നെന്താ പറയണ്ടേ, എന്നെ വിഘടിതനായിട്ട് പല ആളുകൾ ഇപ്പം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ബൈലക്സിൽ ഞാൻ സജീവല്ല, ഒന്നത്. രണ്ടാമത്തെ പിന്നെ ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു ഇത്ര വലിയൊരു തുരുപ്പ് ഷീറ്റ് കിട്ടിയിട്ട് അത് ഞാൻ സഹകരിച്ചില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സത്യസമ്മതമായിട്ട് പറഞ്ഞാല് ഞാനൊക്കെ അഞ്ചാ ഒരു ഹാൽ ചിലപ്പം ആരും പിടിച്ചിരിക്കുമ്പോഴേ അല്ലല്ല, ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആലോചിക്കണ്ട വിഷയം. സംഭവത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നില്ല, ഭയങ്കര. ഞാൻ അവിടെ മാർക്കിട്ടു. സ്വന്തനായ മനുഷ്യന്റെ സ്വഭാവം. ഏതായാലും പഠിച്ച നമ്മളൊക്കെ ഹൈറാക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇൽമുകൊണ്ട് വളരെ ഇൽമുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഇൽമ കൊണ്ട് ഞാൻ വളരെ ചെറിയ ആളാണ്. അപ്പോ ഉസ്താദായി മൂപ്പരെ ഉസ്താദാക്കിയ ശേഷം മൂപ്പര് ചോദിക്കാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ട നിർദ്ദേശം തരി ഷെയ്ഖാക്കണി, അതൊന്ന് വെച്ചു കൊടുത്താ. അപ്പൊ ഞാനിപ്പോ എന്തല്ല ചെയ്യണ്ടേ? ഞാൻ ഒരു പണിയുണ്ട്, നിങ്ങൾ നിർദ്ദേശങ്ങൾ തന്ന ആ നിലയ്ക്ക് ഞാൻ എന്റെ പരിപാടികൾ തുടങ്ങിയിരിക്കണേ. ഈ സംഭവത്തിൽ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ചർച്ച ഒന്നും പറയണ്ട. ഒരു പിന്നെ മാനസിക മാറ്റോ പുതിയ തെളിവോ എന്തെങ്കിലും കൈവശം വന്നൊരാളെ മുഖഭാവവും കൂടി ഉണ്ടാവാണ്. അതെ അതെ അതെ. ഇനിയിപ്പോ നമ്മൾ അടുത്ത പെരുമാറ്റം എന്തായിരിക്കണം? സാധാ ഇതുപോലെ എങ്ങനെയുണ്ടോ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഈ തെളിവുകൾ കൈച്ചിട്ട് സമർപ്പിക്കുന്ന സമയത്തും മാറ്റം ഉണ്ടാവരുത്. ഇനി അപ്പൊ ഒരു മാറ്റമില്ലാതെ തുടരണം നിർദ്ദേശം. ഇനി മൂപ്പര് ചോദിക്കാണ്, ഈ സനത് ഉസ്താദിന് കൊടുത്തിട്ടില്ല, നമ്മൾക്കിനി സമർത്ഥിക്കാൻ മൂപ്പരോട് ഷെയ്ഖിനോട് ചോദിച്ച് പഠിക്കാൻ. അത് നോക്ക്. കാരണം ഇവര് പിന്നെ മുഫസ്സല സനത് എന്ന് പറഞ്ഞൊരു സനത് വായിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. അത് ഇയാള് കൊടുത്തതല്ലാന്ന് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? അയാൾ കൊടുത്തതാണോ അല്ലേ, അയാൾ കൊടുത്തോ ഇല്ലേ എന്നതല്ല പ്രശ്നം.
അയാൾ കൊടുക്കും. അയാൾ ആർക്ക് വേണമെങ്കിൽ എന്ത് സ്ഥലത്തും കൊടുക്കും. അപ്പോ കൊടുത്തിട്ടില്ലാന്ന് മൂപ്പർക്ക് ഉറപ്പില്ല. അതിരിക്കട്ടെ. ഇനി മൂപ്പർ ചോദിക്കാണ്, ഇനി ഞാൻ ഈ ഫിത്ന ഉണ്ടാക്കാൻ ആരൊക്കെയായിട്ടാ ബന്ധപ്പെടേണ്ടത്? ഷെയ്ഖിനോട് ചോദിക്കാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ആരൊക്കെയായിട്ട് ബന്ധപ്പെടണ്ടേ? ഇപ്പൊ പൊന്മ ഉസ്താദിന്റെ ഐഡിയ എങ്ങനെയാണെന്ന് ചോദിച്ചു കിട്ടിയാൽ മതി. അതെ, ഒന്നത്. രണ്ടാമത്തെ ചെറിയ വ്യക്തിന്റെ ഐഡിയ. ഈ 2 ആള് ശരിക്കും വിശ്വാസത്തിൽ പേരോടിന് പിന്മാറാൻ കഴിയണം. കാരണം അയാളുടെ ശരിക്കൊരു വലയത്തിലായി പോയിട്ടുണ്ട്. മൂപ്പര് ശരിയാ, മൂപ്പര് അതെ അതെ പറ. രണ്ടാമത്തെ ദുരഭിമാനം കുറെ കൂടുതലുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ പിന്മാറുന്നു എന്ന് പറയാനും മൂപ്പർക്ക് കഴിയില്ല. മുഷാവറയിൽ ഇപ്പൊ ഇന്നലത്തെ യോഗം പിന്നെ 4 ദിവസം മുമ്പുണ്ടായ യോഗം 2 യോഗം പഠിപ്പിച്ചു വെച്ചു. അതിൽ 2ലും പിന്നെ എപിയും പൊന്മളയും പിന്നെ നമ്മളെ പേരോടും മാത്രമാണ് ഒറ്റ ഭാഗത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ മുടി തിരിച്ചു കൊടുക്കണമെന്നാണ്. എവിടുന്ന് കിട്ടി മുടി? അതാണ് അത് കേട്ടില്ലേ? മുഷാവറയിൽ എപി ഉസ്താദ് ഞാനും മാത്രം ഒറ്റപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ അപ്പുറം. ഇയാള് പറയാണ് ശുദ്ധമായ കളവ്.